നമസ്കാരം. ഇന്ന് ഏപ്രിൽ 12. ഇത് ഒരു പവർഫുൾ ഡേ ആണ്. എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ഹനുമാൻ ജയന്തിയും ചൈത്ര പൗർണമിയും ഒന്നിച്ചു വരുന്ന ഒരു അപൂർവമായ ഒരു ദിവസം. ഈ ദിവസത്തെ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കണക്കാക്കി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് എനർജിയും റിമൂവ് ചെയ്യുന്നതിനും നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് ഭഗവാനിൽ നിന്നും ഒരു നല്ല ഒരു ബ്ലെസ്സിങ് കിട്ടി നിങ്ങളുടെ ഒരു ലൈഫ് ബെറ്റർ ആക്കുന്നതിനുമുള്ള ഒരു സുവർണ അവസരം തന്നെയാണ് ഇന്നത്തെ ദിവസം. ഹനുമാൻ ജയന്തി എന്ന് പറഞ്ഞാൽ ഹനുമാൻ ജിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്നാണ് ഭഗവാൻ ഹനുമാൻ ജനിച്ചത്. അപ്പോൾ ഈ ദിവസം നമ്മുടെ ശക്തിയുടെയും നമ്മുടെ പ്രൊട്ടക്ഷൻ്റെയും നമ്മുടെ ഡിവോഷൻ്റെയും നമ്മുടെ എനർജിയുടെയും ദിവസമായിട്ടുള്ള ഈ ഹനുമാൻ ജയന്തിയെ നമുക്കിന്ന് ആഘോഷിക്കാം. അപ്പോൾ ഹനുമാൻ ജയന്തി ആഘോഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം പ്രയോജനങ്ങളാണ് കിട്ടുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനും നെഗറ്റീവ് എനർജി മാറിക്കിട്ടാനും, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനും ഫൈനാൻഷ്യൽ പ്രോബ്ലം മാറ്റുന്നതിനും എല്ലാം ഈ ദിവസം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അത് ഹനുമാൻ ജയന്തിക്ക് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഹനുമാൻ ജയന്തി അനുബന്ധിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ: ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ പാൻ്റെ ലീഫ് കൊണ്ട് നിങ്ങൾക്ക് ഒരു മാല ഉണ്ടാക്കി ഭഗവാനെ അർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റെഡ് ക്ലോത്ത്, അതുപോലെ തന്നെ സിന്ദൂരം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. പിന്നെ സുന്ദരകാന്ഡ പാരായണം ചെയ്യാം. പിന്നെ ഏറ്റവും പ്രധാനമുള്ളത് ഓം ഹനുമതി നമഃ 108 പ്രാവശ്യം നിങ്ങൾക്ക് ഇന്ന് ജപിച്ച് ഭഗവാനിൽ അർപ്പിക്കാവുന്നതാണ്. ഇനി ചൈത്ര പൂർണിമ എന്ന് വെച്ചാൽ ഫുൾ മൂൺ ഡേ. ഇത് ചിത്രഗുപ്തന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ദിവസം. അപ്പം എല്ലാ മാസത്തിലും ഇത് ഒരു പ്രാവശ്യം വരുന്നതാണ്. ഇതൊരു ഡിവൈൻ എനർജി ആയിട്ടാണ് നിങ്ങളുടെ പാപകർമ്മങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ദിവസമാണ് എല്ലാ മാസവും നിങ്ങൾക്ക് വേണ്ടി ഈ പൗർണമിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ ഡേ നിങ്ങളുടെ കഴിഞ്ഞ പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്ത് അതിനെ മിസ്റ്റേക്കിനെയൊക്കെ നമുക്ക് മാറിക്കിട്ടുന്നതിന് വേണ്ടിയും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ശാന്തിയും സമാധാനവും കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള ഒരു പ്രത്യേക ദിവസമാണ് പൗർണിമ ദിവസം. അപ്പോൾ അതും പൗർണിമ ദിവസവും ഇന്ന് തന്നെയാണ്. അപ്പോൾ പൗർണിമ ദിവസത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്രത്യേക കാര്യങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഉപായങ്ങളാണ്. അപ്പോൾ വൈകിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഒരു നെയ്യിൻ്റെ ദീപം കിഴക്ക് വശത്ത് തുളസി ചെടിയിൽ നിങ്ങൾക്ക് അർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മാപ്പ് അപേക്ഷിച്ച് ചിത്രഗുപ്തനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മൂൺ മെഡിറ്റേഷൻ, അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ പീസിന് വേണ്ടി നിങ്ങൾക്ക് ചന്ദ്രൻ ഉദിച്ചു കഴിയുമ്പോഴത്തേക്കും ചന്ദ്രനെ നോക്കി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി അത് ചന്ദ്രൻ്റെ പ്രകാശം കിട്ടുന്നത് പോലെ അത് വെച്ചിട്ട് രാവിലെ എടുത്ത് നിങ്ങൾക്കത് മടക്കി പൂജാ റൂമിൽ വെക്കാവുന്നതാണ്. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതി നിങ്ങൾക്ക് മൂൺ ലൈറ്റിൽ വെച്ചതിന് ശേഷം രാവിലെ നിങ്ങൾക്ക് പൂജാ റൂമിൽ വെക്കാവുന്നതാണ്. അത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള റെമഡിയാണ്. പിന്നെ ഫുഡ് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാം. ഫുഡ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള വസ്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൊണേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. രാത്രിയിൽ ഒരു 10 മിനിറ്റേലും ചന്ദ്രപ്രകാശത്തിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഈ പവർഫുള്ളായിട്ടുള്ള ഈ കാര്യങ്ങൾ എല്ലാ പൗർണമിക്കും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. അപ്പോൾ ഏപ്രിൽ 12 വളരെ സ്പെഷ്യൽ ഒരു ഡേ ആയിട്ടാണ് ഇന്ന് കരുതേണ്ടത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെമഡീസ്: രാവിലെ ഭഗവാൻ ഹനുമാൻജിയെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈവനിങ് നിങ്ങൾക്ക് ചന്ദ്രനെയും പിന്നെ അതുപോലെ തന്നെ ചിത്രഗുപ്തനെയും നിങ്ങൾക്ക് ആരാധിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള എക്സ്ട്രാ സ്പെഷ്യൽ റെമഡീസ് എന്തെന്ന് വെച്ചാൽ
ഈ ദിവസം നിങ്ങളുടെ എല്ലാ പ്രോബ്ലങ്ങളും എല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ പാസ്റ്റ് കർമാസ് എല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറ്റങ്ങളും എന്തെങ്കിലും അപരാധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് മാറ്റുന്നതിനും, അങ്ങനെ എല്ലാം മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല ശക്തിയും സമാധാനവും വിജയവും ഹാപ്പിനെസ്സും എല്ലാം കൊണ്ടുവരുന്നതിനുള്ള ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഈ 2 കാര്യങ്ങളും ചെയ്തിട്ട് ഭഗവാൻ ഹനുമാൻജിയുടെയും ലോർഡ് ചിത്രഗുപ്തൻ്റെയും എല്ലാ പിന്നെ ഡിവൈനായിട്ടുള്ള നമ്മുടെ ചന്ദ്രൻ്റെയും എല്ലാ ബ്ലെസ്സിങ്ങും എല്ലാവരുടെ ലൈഫിലുണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലതുപോലെ ഹെൽത്ത്, വെൽത്ത്, സ്ട്രെങ്ത്, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ എല്ലാവർക്കും കിട്ടട്ടെ ഭഗവാനിൽ നിന്നും. അപ്പോൾ ജയ് ഹനുമാൻ. ഹാപ്പി ചിത്ര പൗർണമി.